എറണാകുളം ജില്ലയിലെ മുത്തോലിപുരം ഇലഞ്ഞിലുള്ള വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സുസജ്ജമായ പ്രാക്ടിക്കൽ ലാബുകൾ, മനോഹരമായ ക്യാമ്പസ്, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇനിയുമുണ്ട് പ്രത്യേകതകൾ. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, അതേപോലെ തന്നെ പഠനത്തോടൊപ്പം തന്നെ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ഉറപ്പാക്കാൻ കഴിയുന്ന നിരവധി സേവനങ്ങളാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്, അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളുമുണ്ട്. ജീവിത വിജയം നേടുവാൻ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പരിചയപ്പെടാം. കമാൺ. ഹായ്, ഞങ്ങളുടെ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും യൂണിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും ബഹുമാന്യനായ ചെയർമാൻ രാജകുര്യൻ സാറാണ് എന്നോടൊപ്പമുള്ള. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. താങ്ക് യു. ശരിക്കും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വിസാറ്റ്. അത് എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിക്കോട്ടെ. കാര്യം ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുട്ടികൾക്ക് തന്നെ താങ്കളുടെ മിഡിൽ ഈസ്റ്റിലെ വിവിധ കമ്പനികളിൽ ഒരു ഓഫർ ലെറ്റർ കൊടുക്കുന്ന കാഴ്ച എന്നെ കണ്ടു. അത് വലിയ ഒരു കൺസെപ്റ്റാണ്. ഒരാശയം എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? അത് നമ്മൾ 2021-22 കൊറോണയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കോളേജ് മൂവ് ചെയ്യുന്ന സമയത്ത്, അന്നത്തെ സമയത്ത് ഈ പ്ലേസ്മെൻറ്റ് വലിയ ബുദ്ധിമുട്ടാണ്. അതെ. കൊറോണ കഴിഞ്ഞ സമയത്ത്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ വലിയ ഒരു ബുദ്ധിമുട്ട്. വരുന്ന കുട്ടികളെ പേരൻസോ ഒക്കെ ജോലി സാധ്യതകൾ അങ്ങനെ. അപ്പം ഇവിടെ ഇവരെ പ്രിൻസിപ്പളും ഇവരെല്ലാവരും കൂടെ ഇതിനെപ്പറ്റി നമുക്ക് പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും എന്നതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വന്നപ്പം നമ്മുടെ സ്ഥാപനങ്ങളുടെ പേരിൽ, അപ്പം നമ്മുടെ കോളേജിൻ്റെ ടാഗ് ലൈനിൽ തന്നെ എഴുതിയേക്കുന്നത് വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്ഡ് ബൈ യൂണിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അന്നേരം തോന്നിയ ഒരു ഐഡിയയാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ. അവർ പഠിച്ച് പാസ്സായാൽ ജോലി ഉറപ്പാണ് എന്നുള്ള ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് വർക്കിംഗ് ആണ്, അത് നടക്കുന്നുണ്ട്, അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികൾ വരുന്നുണ്ട്, എല്ലാ ഓഫീസിലും പിള്ളേർ ജോലിയും ചെയ്യുന്നുണ്ട്. ശരിക്കും കുട്ടികൾക്ക് ഭയങ്കര പ്രചോദനമാണ്. കാരണം അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ദൂരെ ഒരു മാർഗം ഇങ്ങനെ കാണിച്ചു, നല്ല രീതിയിൽ എത്തുവാൻ ഒരു വലിയ പ്രചോദനമാണ്. അതിനൊരു പ്രത്യേക നന്ദി താങ്കൾക്ക് പറയാം. താങ്ക് യു. കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 23 വർഷമായിട്ട് പല കോളേജിലും പ്രിൻസിപ്പളായിട്ടും HOD ആയിട്ടും ഒക്കെ പ്രവർത്തിച്ച അനുഭവ സമ്പത്തിൻ്റെ പരിചയത്തിലാണ് ഞാനിവിടെ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ നടത്തി വരുന്ന ആ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് ലഭ്യമല്ലാത്ത രീതിയിലുള്ള പല സൗകര്യങ്ങളും ഈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലഭ്യമാണ്. ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പാഠ്യശൈലിയാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കുട്ടികളുടെ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് നോളജിന് പുറമേ, അവർക്ക് ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റ് നോളജിന് പുറമേ നമ്മൾ അവർക്ക് വേണ്ട സ്കിൽസും അതേപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ അവരെ ഇവിടുന്ന് പാസ് ഔട്ട് ആകുമ്പോഴേക്കും അവരെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എംപ്ലോയബിലിറ്റി കൂട്ടുന്ന രീതിയിലുള്ള ഒരു പാഠ്യ പരിപാടിയാണ് നമ്മളിവിടെ എപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ അവരുടെ എല്ലാ ഡെഫിഷ്യൻസീസും
അവരുടെ എന്തൊക്കെ വീക്കായിട്ടുള്ള ഏരിയാസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റൊക്കെ നടത്തി അവരെ നമ്മൾ ആ രീതിയിൽ ആ വീക്കായിട്ടുള്ള ഏരിയാസൊക്കെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻസീവായിട്ടുള്ള ചില പേഴ്സണൽ അറ്റൻഷനോട് കൂടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവരെ പിന്നെ അവരുടെ പ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യത്തിനായി ഒരു എംപ്ലോയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ ഇൻറ്റേൺഷിപ്പും അതേപോലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പ്രോഗ്രാംസും പിന്നെ കരിക്കുലത്തിൽ പറയുന്ന ആഡ് ഓൺ കോഴ്സസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില യൂണീക്കായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ഥാപനങ്ങളിലുണ്ട്. അതിലൊന്ന് അവർക്ക് ഇൻ്റർനാഷണൽ പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത വളരെ അധികമാണ്. കാരണം ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന യൂണിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഏതാണ്ട് 7 അന്താരാഷ്ട്ര ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവിടേക്ക് അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള സൗകര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ മറ്റ് പല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കാണാത്ത ഒരു സൗകര്യമാണ് NCCയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഡിഫൻസ് സർവീസസിലും അല്ലെങ്കിൽ വളരെയധികം രാഷ്ട്രബോധവും രാഷ്ട്രസ്നേഹമൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് വളർത്തിയെടുക്കാനും അതിൻ്റെ NCCയിൽ ചേരുന്നതുകൊണ്ടുള്ള അവരുടെ ബെനിഫിറ്റ്സൊക്കെ അവർക്ക് കൈവരിക്കാനും വേണ്ടിയിട്ട് NCC ഇവിടെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊരു NCC വിങ്, ആർമിയുടെ വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ യോഗ പരിശീലനത്തിന് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു യോഗ ട്രെയിനറെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ മാർഷൽ ആർട്സ് ആയിട്ടുള്ള കളരിപ്പയറ്റ് അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി കളരിപ്പയറ്റ് ഒരു അധ്യാപികയായ ഒരു ലേഡിയെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സമസ്ത മേഖലയിലും സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ എല്ലാ വ്യക്തിത്വ വികസനത്തിനും അവരുടെ നൈപുണ്യ വികസനത്തിനും അവരുടെ അക്കാദമിക് നിലവാര വികസനത്തിനുമായിട്ടുള്ള എല്ലാ പരിപാടികളും ഉൾക്കൊണ്ടുകൊണ്ട് അത് ആ ഒരു വിഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തുന്നത് എഞ്ചിനീയേഴ്സാണ്. ആ എഞ്ചിനീയേഴ്സിനെ സൃഷ്ടിക്കുന്ന വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ കോഴ്സുകളെക്കുറിച്ചും ലാബുകളെക്കുറിച്ചും പ്രഗത്ഭരായ അധ്യാപകരെക്കുറിച്ചും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അനൂപ് കജിയാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. നമസ്കാരം. എഞ്ചിനീയറിംഗ് കോളേജിലെ ഏതൊക്കെ സെക്ഷനുകളാണ് സാറേ ഉള്ളത്? ഏതൊക്കെ ബ്രാഞ്ചുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്? നമ്മുടെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 7 UG കോഴ്സുകളാണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ 7 ബ്രാഞ്ചുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ശരി. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് സാർ? അഡ്മിഷൻ പ്രൊസീജിയർ 3 രീതിയിലാണ് നമുക്ക് അഡ്മിഷൻ ഇവിടെ എടുക്കാനാവുന്നത്. ഒന്ന് മെറിറ്റ് എന്ന് പറഞ്ഞാൽ CE വഴി എൻട്രൻസിൽ കീം എഴുതി വരുന്ന കുട്ടികൾ ഡയറക്റ്റായിട്ട് അഡ്മിഷൻ സെൻട്രലൈസ്ഡ് ആയിട്ട് കിട്ടുന്നത്. 2 മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീം എഴുതി പാസ്സായ കുട്ടികൾ ഈ സെൻട്രലൈസ്ഡ് അല്ലാതെ നേരിട്ട് വന്ന് അഡ്മിഷൻ എടുക്കുന്നതാണ് മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത്. അതല്ലാതെ NRI കോട്ട എന്ന് പറയുന്നത് മറ്റൊരു കോട്ടയുണ്ട്. അങ്ങനെ കീം ഇല്ലാത്ത കുട്ടികൾക്കും ഇവിടെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് NRI കോട്ട. അങ്ങനെ 3 കോട്ടയിൽ നമുക്കിവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അഡ്മിഷൻ ടൈം എങ്ങനെയാണ് സാർ? അഡ്മിഷൻ ടൈം നമുക്കിപ്പം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഡ്മിഷൻ ജൂൺ അവരുടെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ +2ൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഏകദേശം ഒരു August 15. യൂണിവേഴ്സിറ്റി നമ്മൾ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജാണ്. സോ യൂണിവേഴ്സിറ്റി പറയുന്ന സമയമാണ് നമ്മൾ കോളേജ് ആരംഭിക്കുന്നത്. ഏകദേശം August ഒരു പകുതിയോടുകൂടി തന്നെ നമ്മൾ യൂഷ്വലായിട്ട് ആരംഭിക്കാറ്. നമസ്കാരം, ഞാൻ രോഹിണി വിജയൻ, വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. കൂടാതെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കളരിപ്പയറ്റ് പരിശീലിച്ച് വരികയാണ്. കൈപ്പുഴ ചിറക്കൽ കളരിയിലെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം ദിനംപ്രതി കാണുന്നത് ഡ്രഗ്സിനെയും വയലൻസിനെയും കുറിച്ചൊക്കെയുള്ള വാർത്തകളാണ്. അപ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകൾ അഭ്യസിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അത് മുൻനിർത്തി ഞങ്ങൾ കോളേജിലെ വിദ്യാർത്ഥികൾക്കായി കളരിപ്പയറ്റ് ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ശ്രീവിദ്യ KR. ഞാൻ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ വിഭാഗം അധ്യാപികയാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ കോളേജിൽ തന്നെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി തുടർന്ന് PG നേടി വിവിധ കോളേജുകളിൽ ജോലി ചെയ്ത് വീണ്ടും എൻ്റെ പാരൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടായ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തന്നെ ജോലി നേടാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. ഐ ആം റിയലി പ്രൗഡ് ടു ബി എ വിസാറ്റിയൻ. കാരണം ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചോ അതെല്ലാം തന്നെയും നമ്മുടെ ഈ കോളേജ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്യാൻറ്റീനുകൾ,
കോളേജ് ബസ് സൗകര്യം, ഫെസിലിറ്റീസ് ഉള്ള ലാബുകൾ എല്ലാം തന്നെയും നമ്മുടെ കോളേജിനെ മാറ്റുകൂട്ടുന്നു. അതിലുപരി കൂരുമല എന്ന എക്കോ ടൂറിസം വളരെ നമ്മുടെ കോളേജിൻ്റെ നിയർ ബൈ ആണ്. നമുക്ക് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ പഠിക്കാം. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ വീണ്ടും ഈ കോളേജിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തുഷ്ടയാണ്. അതിലുപരി എൻ്റെ കരിയർ ഗ്രോത്ത് ആണെങ്കിലും ശരി, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിലും വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ പേര് അഞ്ജന. ഞാൻ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അധ്യാപികയാണ്. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രഗത്ഭരായുള്ള അധ്യാപകരാണ്. വിദ്യാർത്ഥികളെ സാങ്കേതിക വൈദഗ്ധ്യത്തോടെ നല്ലൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായി വാർത്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാഖയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ സാറ്റലൈറ്റ് വരെ ഓരോ കാര്യങ്ങളിലും ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പുതിയതായി എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നോക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സ്വാഗതം. നന്ദി. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾക്കൊരു ജോബ് ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള സ്റ്റഡീസ് ആയാലും ഒരു മോട്ടിവേഷൻ പോലെയാണ് ഞങ്ങൾക്ക് വിസാറ്റ് ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഓഫർ ജോബ് തന്നിരിക്കുന്നത്. ഇത് മറ്റ് കോളേജിൽ അപേക്ഷിച്ച് ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു കോളേജ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ജോബ് ഓഫർ നൽകിയത്. ഈ ഓപ്പർച്യൂണിറ്റി നൽകിയ വിസാറ്റ് ഗ്രൂപ്പിനോട് ഞാനും എൻ്റെ ഫ്രണ്ട്സും താങ്ക്സ് പറയുന്നു. വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളും സർവോപരി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനുമായ പ്രൊഫസർ ഡോക്ടർ രാജു മാവുങ്കലാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് താങ്കൾ. ഇവിടെ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് സാർ ഉള്ളത്? നമ്മൾ ഈ കോളേജ് തുടങ്ങുന്നത് വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായി തുടങ്ങുന്നത് 2022 ഇപ്പോൾ നമുക്ക് 3 പ്രോഗ്രാമുകളാണ് ഇവിടെ ഉള്ളത്. BCA, BBA ആൻഡ് BCom. എല്ലാ കോളേജുകളിലും ഇത്തരം കോഴ്സുകളുണ്ട്. പക്ഷേ നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ആഡ് ഓൺ പ്രോഗ്രാമുകൾ കൊടുത്ത് കുട്ടികളെല്ലാം എംപ്ലോയബിൾ ആക്കി മാറ്റുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ലഭിക്കാറുണ്ട്. വളർന്നു വരുന്നൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജസും അക്കാഡമിക് അഡ്വാൻറ്റേജസും ലഭിക്കുന്നുണ്ട്. നമ്മുടെ BCA കോഴ്സിന് AE ആൻഡ് ML എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. BBAക്ക് നമ്മൾ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ആണ് കൊടുക്കുന്നത്. ഇത് രണ്ടും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു സാങ്കേതിക സ്ഥാപനമായിട്ടുള്ള കെൽട്രോണിൻ്റെ III സെൽ എന്ന് പറയുന്ന ഒരെണ്ണം നമുക്കിവിടെ ഉണ്ട്. ആ III സെൻറ്റർ മുഖേനയാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. BComന് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ACCA എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ CAക്ക് സമാനമായിട്ടുള്ള ഒരു അമേരിക്കൻ ഡിഗ്രിയാണ് ACCA. ACCA നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതിന് സർട്ടിഫിക്കേഷൻ ഇല്ല, പക്ഷേ അവരെ പഠിപ്പിച്ച് BCom കുട്ടികൾക്ക് കുറേയധികം പേപ്പറുകൾക്ക് എക്സംഷൻ ഉണ്ട്. ബാക്കിയുള്ള പേപ്പറുകൾ പഠിപ്പിച്ച് അവരെ പരീക്ഷയ്ക്ക് സജ്ജരാക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഏതാണ്ട് 3 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ ഫീസ് മേടിക്കുമ്പോൾ നമ്മളിവിടെ വെറും 60,000 രൂപയ്ക്കാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു ഫാക്കൽറ്റി CA-കാരനും കൂടിയാണ്. ശരി. വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ കുറിച്ച് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്ന കലാകാരൻ കൂടിയായ പ്രിൻസിപ്പൽ സാറിന് എല്ലാവിധ നന്ദിയും നേരുന്നു. താങ്ക് യു. വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും മാനേജ്മെൻറ്റും അധ്യാപകരൊക്കെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ ഒരു കണ്ടുപിടുത്തം നൽകിയ 3 മിടുക്കികളാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തൊരു വർഷം ഏതാണ്ട് 4-5 ലക്ഷത്തോളം അപകട മരണങ്ങളാണ്, റോഡ് അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഓരോ മിനിറ്റിലും ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഓരോ 5 മിനിറ്റിലും ഓരോ അപകട മരണങ്ങൾ സംഭവിക്കുമെന്നാണ് പുതിയ റോഡ് കണക്കുകൾ. അപ്പോൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ഒരു കണ്ടുപിടുത്തം, നമുക്കേവർക്കും പ്രയോജനകരമായ ഒരു കണ്ടുപിടുത്തം നടത്തിയ മിടുക്കികളാണ്. അതേക്കുറിച്ച് അവർ തന്നെ സംസാരിക്കട്ടെ അല്ലേ? ഇതെന്താണ് സംഭവം? ആദ്യം പേര് പറയും. എൻ്റെ പേര് മേഘ്ന, ഇത് ഹീര, ഇത് ഫിൻഡോ. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ പ്രൊഡക്റ്റ്. ശരി, അതെന്താണ്, എങ്ങനെയാണ്
നമുക്ക് ഡ്രൈവർമാർക്ക് ഉള്ളതാണോ അതോ വാഹനത്തിനുള്ള അലർട്ടാണോ, എന്താണ് സംഭവം? ഇത് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അലർട്ടാണ്. ഇതിപ്പം റോഡ് അപകടങ്ങളിൽ 50% ഉറക്കക്ഷീണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. അപ്പോഴേക്കും അവർക്ക് വേണ്ടിയുള്ള സൊല്യൂഷനാണ് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ്. ഇത് ഇട്ട് കഴിയുമ്പം ഇത് അപ്പോൾ ഡ്രൈവർ ഇത് ഉപയോഗിക്കുന്നു. ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളിത് ഉപയോഗിക്കണം. നമുക്കത് കാഷ്വലായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇത് ഇതേ കണക്ക് കഴുത്തിലിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് ഉറക്കം വരുന്നത് ഡിക്റ്റേറ്റ് ചെയ്യും. ആ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ പൾസ് വഴിയാണ് ഇത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ആ പൾസിൻ്റെ റേറ്റ് കുറയുന്നതനുസരിച്ച് ഇതങ്ങണ്ട് ഡിക്റ്റേറ്റ് ചെയ്ത് ഇത് വൈബ്രേറ്റും കൂടാതെ അലാറം അടിക്കും. അതുവഴി നമുക്ക് ഡ്രൈവേഴ്സിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ശരി, അപ്പോൾ വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. ശരിക്കും ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രചോദനം ഉണ്ടായതല്ലേ? നിങ്ങൾ BCom സ്റ്റുഡൻസ് ആണ്, അധ്യാപകരൊക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതിനെ പേറ്റന്റ് എടുക്കണം, ഇതൊരു വലിയൊരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ വിസാറ്റിന് ശരിക്കും അഭിമാനിക്കാവുന്ന നേട്ടം നൽകിയ 3 മെഡിക്കലുകൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു വലിയ കാര്യമാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനിയും ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ തുടരണം. ഓക്കെ. ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ചെയർമാനും അതേപോലെ തന്നെ ഡയറക്ടറും പ്രിൻസിപ്പളും കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതിൻ്റെ PRO ആണ്. അത്തരത്തിൽ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നടത്തിപ്പിന് മുഖ്യ പങ്ക് വഹിക്കുന്ന PRO ഷാജി അറ്റുപുറത്താണ് എന്നോടൊപ്പം. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ? ഞാൻ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജും ആർട്സ് കോളേജും ഇന്ത്യൻ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വന്നു കഴിഞ്ഞാണ് ഇവിടെ ആർട്സ് കോളേജ് ആരംഭിച്ചത്. രാജു സാർ ഈ കോളേജ് ഏറ്റെടുത്തതിന് ശേഷം എന്നെ ഇവിടെ PRO ആയിട്ട് നിയമിക്കുകയാണ് ഉണ്ടായത്. ഞാൻ വന്നപ്പം പിള്ളേർ കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്നെ ഇവിടെ PRO ആയിട്ട് നിയമിക്കുന്നത്. ഇപ്പോൾ ഇത് വളർന്ന ഒരു സ്റ്റേജിലെത്തിയിരിക്കുന്നു. ആർട്സ് കോളേജും ഞാൻ വന്നതിന് ശേഷമാണ് ആരംഭിച്ചത്. അതേപോലെ കുട്ടികളുടെ ലൈവ് പ്രൊജക്റ്റ് വർക്കുകൾ കുറേ ഉണ്ടല്ലോ, സോളാർ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ ഞാൻ കണ്ടു. ഉണ്ട്. ഇവിടുത്തെ ഒരു കുട്ടിയുണ്ട്, മെക്കാനിക്കൽ ഒരു കുട്ടി ഉണ്ടാക്കിയതാണ് സോളാർ ഓട്ടോറിക്ഷ. അവൻ അതിൻ്റെ പേറ്റൻറ്റിനൊക്കെ അപേക്ഷിച്ചിരിക്കുകയാണ്. അത് ഇവിടെ എല്ലാ മീഡിയയിലും നല്ലപോലെ കവർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു വീൽ ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് വീൽ ചെയർ ഇങ്ങനെ തലയിലെ ആക്ഷൻ അനുസരിച്ച് മുന്നോട്ടും പുറകോട്ടും സൈഡിലോട്ടും നിർത്തുന്ന ഒരു വീൽ ചെയർ ഈ ഇവിടുത്തെ കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും PRO എന്ന രീതിയിൽ താങ്കളുടെ സേവനം ഇനിയും ഉണ്ടാവണം. വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പഠനത്തിന് പ്രായപരിധിയില്ല എന്ന ചൊല്ല് അന്വർത്ഥമാവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. പ്രിൻസിപ്പൾ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട തങ്കമ്മ ചേച്ചിയാണ് എന്നോടൊപ്പം. ചേച്ചി നമസ്കാരമുണ്ട്. നമസ്കാരം. കൊച്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ കൂടി ഇരുന്ന് പഠിക്കുമ്പോൾ സന്തോഷമാണല്ലേ? ശരിക്കും ഈ പ്രായത്തിലും പഠിക്കാനുള്ള പ്രചോദനം എന്താ ചേച്ചി? പഠിക്കാനുള്ള പ്രചോദനം തോന്നിയത് ഞാൻ തൊഴിലുറപ്പിന് മേറ്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് 10ാം ക്ലാസ് എഴുതി. ഞാൻ 7 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 8 വരെ പോയി, പക്ഷേ തോറ്റുപോയി. പിന്നെ പോയില്ല. പിന്നെ പണിയൊക്കെ എടുത്ത് നടക്കുകയും ചെയ്ത് പിന്നെ വിവാഹമൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ അതിൻ്റെ മേറ്റാകാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ് പാസ്സായെങ്കിൽ തൊഴിലുറപ്പിൻ്റെ മേറ്റ് സ്ഥാനം കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് 10 തത്തുല്യം ആയിട്ട് 10 എഴുതി ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2-3 വർഷം കൂടെ പണിക്കൊക്കെ നടന്നു. പിന്നെ തോന്നി +2 പഠിക്കാവുന്നു. +2 തത്തുല്യ പരീക്ഷ എഴുതി പാസ്സായി. ശരി, എങ്ങനെയുണ്ട്? കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെയാ അടിപൊളിയാണ്, ഹാപ്പിയാണ്. എന്തായാലും ഈ പ്രായത്തിൽ പഠിക്കാനുള്ള ആ മനസ്സിന് വലിയ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു സ്വീകരണമായിരുന്നെന്നൊന്നും. ഓ അത് ശരി. അപ്പോൾ കൂട്ടുകാർക്ക് ഹാപ്പിയാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ലക്ഷ്യബോധത്തോടെയുള്ള പഠനം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയമുണ്ടാവും. നാം ആരായിത്തീരണം, എന്തായിത്തീരണം എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുമ്പോൾ അത് പ്രാപ്തിയിലെത്തിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത്. അപ്പോൾ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമുക്ക് ഏവർക്കും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ക്യാമറാമാൻ റിജോയ് പറവൂരിനും എൻ്റയർ മീഡിയ ടീമിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. ഓക്കെ അല്ലേ? യെസ്.